പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായി CPM-കാരൻ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതാണ് നീല ട്രോളി എന്ന് പറയുന്നത്. നീല ട്രോളിയിൽ പണം കൊണ്ടുവന്നു എന്നും അത് പാലക്കാട്ടെ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ശ്രീകണ്ഠൻ MP-യും ഒക്കെ കൊണ്ടുവന്നതാണെന്ന് CPM-കാർ കേരളീയ സമൂഹത്തോട് നിരന്തരമായി സംസാരിച്ചു. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഏറ്റവും നല്ല ഘട്ടങ്ങൾ നടക്കുന്ന സമയത്താണ് CPM-ന്റെ നേതാക്കന്മാർ ഈ ആരോപണവുമായി മുന്നോട്ട് വരുന്നത്. എന്നാൽ കേരളത്തിന്റെ പോലീസ് ഇന്ന് അതിനെ പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. പോലീസ് പറയുന്നത് അങ്ങനെ ഒരു പണം വന്നതായിട്ടും അങ്ങനെ ഒരു പണം ഉപയോഗിച്ചതായിട്ടും യാതൊരു തെളിവുമില്ല എന്ന് ക്രൈംബ്രാഞ്ചിന്റെ DYSP പറഞ്ഞിരിക്കുന്നു. അവരത് റിപ്പോർട്ടാക്കി തന്നെ കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഈ വാർത്തകൾ കേൾക്കുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം, കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ CPM നടത്തുന്ന ആസൂത്രണമായിട്ടുള്ള നുണപ്രചരണങ്ങളെ കേരളീയ സമൂഹം തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. എത്ര വലിയ നുണപ്രചരണങ്ങളാണ് CPM-ന്റെ ഈ ഫാക്ടറിയിൽ നിന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വടകരയുടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വീറും വാശിയുമുള്ള ഒരു മണ്ഡലമായിരുന്നു വടകര പാർലമെന്റ് മണ്ഡലം. ഷാഫി പറമ്പിലും ശൈലജ ടീച്ചറും തമ്മിൽ മത്സരിക്കുന്നു. CPM-ന് ഒരിക്കലും തോൽക്കാൻ പാടില്ല എന്നവരുടെ തീരുമാനമുണ്ടാകുന്നു. ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള ഒരു ഏറ്റവും വലിയ തീരുമാനമെടുക്കുന്ന സമയത്ത് അന്നാണ് കാഫിർ സ്ക്രീൻഷോട്ടുമായി CPM-ന്റെ നേതാക്കന്മാർ വന്നത്. അതെന്തിനാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ, ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എങ്ങനെയെങ്കിലും ജയിച്ചു കയറാൻ വേണ്ടി വർഗീയതയും നുണപ്രചരണങ്ങളും ജനങ്ങളെ ഭിന്നിപ്പിക്കാനുമൊക്കെയുള്ള രാഷ്ട്രീയ തന്ത്രം പയറ്റുക എന്നുള്ളത് CPM-ന്റെ ഒരു ഇടൻ അജണ്ടയാണ്. ആ അജണ്ടയാണ് വടകരയിൽ പുറത്തെടുത്തത്. അവസാനം കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട തെളിവുകൾ കണ്ടെത്തിയപ്പോൾ അത് CPM-ന്റെ തന്നെ പ്രവർത്തകന്മാരുടെയും പ്രാദേശിക നേതാക്കന്മാരുടെയും അക്കൗണ്ടുകളിൽ നിന്ന് തന്നെ അത് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പിന്നീട് അതെന്തുണ്ടായി? തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിന് ശേഷം കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തെങ്കിലും നടപടികൾ എടുത്തോ? ഇവിടുത്തെ മനസ്സുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി എടുത്ത ഒരു ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു കുൽസിത മനസ്സിനെ ഇവിടുത്തെ പോലീസുകാർ എങ്ങനെയാണ് പിന്നെ കണ്ടത്? ആ ഒരു നെറികെട്ട രാഷ്ട്രീയമാണ് പാലക്കാടും ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇവിടെ പണം കൊണ്ടുവന്നെന്നും നീല ട്രോളിയിൽ കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുകയും ഒരു ഹോട്ടലിലേക്ക് രാത്രി ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാരെ പോലും അംഗീകാരങ്ങളില്ലാതെ കേരളത്തിലെ പോലീസുകാർ അന്ന് ഇരച്ചു കയറി വരികയും ഷാനിമോൾ ഉസ്മാന്റെയും ബിന്ദു കൃഷ്ണയുടെയും ഒക്കെ റൂമുകൾ റെയ്ഡ് നടത്തുകയും റഹീമും BJP-യുടെ നേതാക്കന്മാരും ഒക്കെ പുറത്ത് ആർത്തട്ടഹസിച്ച് ആ ട്രോളി ബാഗ് ഇപ്പോൾ പിടിക്കും, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന UDF-ന്റെ കാൻഡിഡേറ്റ് ഇതിന്റെ ഉള്ളിലുണ്ട്, പോലീസുകാർ ആ ബാഗിലെ പണവും രാഹുൽ മാങ്കൂട്ടത്തിനെയും കൊണ്ടാണ് വരിക, ഞങ്ങളിതാ കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പുറത്ത് കാത്തിരുന്ന റഹീമിനെയും DYFI നേതാക്കന്മാരെയും ഒക്കെ പിന്നെ നമ്മൾ കണ്ടിട്ടേയില്ല. കേരളത്തിലൊരു മന്ത്രിയുണ്ട്, രാജേഷ്. എന്തായിരുന്നു മന്ത്രിയുടെ ഒക്കെ പത്രസമ്മേളനങ്ങൾ? പണം വന്നു എന്നുള്ളത് കൃത്യമാണ്, ഞങ്ങളതിൽ കൃത്യമായി അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഇത് UDF-ന്റെ ഏറ്റവും വലിയ ശൈലിയാണ്, പണം കൊണ്ടുവന്ന ആളുകളെ സ്വാധീനിക്കലാണ്. എന്തൊക്കെയായിരുന്നു നമ്മുടെ മന്ത്രിയുടെ പ്രസ്താവന? എന്തായിരുന്നു AK ബാലന്റെ പ്രസ്താവന? ആ പ്രസ്താവനകളൊക്കെ എവിടെയായി? ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി എത്രമേൽ ശ്രമിക്കാൻ കഴിയുമോ എന്ന് എല്ലാ ശ്രമങ്ങളും നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് CPIM മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ തെളിവ്. ഇന്ന് പോലീസ് അന്വേഷിച്ച് ഒരു രക്ഷയും ഒരു തെളിവും ഒരു തുമ്പും ഈ കേസിനാസ്പദമായ സംഭവത്തിൽ ഇല്ല എന്ന് ഇന്ന് റിപ്പോർട്ട് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ CPM തെരഞ്ഞെടുപ്പ് സമയത്ത് ഏത് രാഷ്ട്രീയവും ഉപയോഗിക്കുമെന്നുള്ളതിന്റെ തെളിവ് പൊതുസമൂഹത്തിന് മനസ്സിലായിക്കൊണ്ടേയിരിക്കുകയാണ്. ആ CPM-നെ മനസ്സിലാക്കാൻ പറ്റാത്തിടത്ത് നമ്മുടെ ജനാധിപത്യം പരാജയപ്പെട്ടു പോകും. ഇവരുടെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള
ഈ താല്പര്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഏത് അഴുകിയ വർത്തമാനവും തെരഞ്ഞെടുപ്പ് സമയത്ത് പറയാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് CPM-നെ നമ്മൾ സൂക്ഷിച്ചിരിക്കുക. ഏത് തെരഞ്ഞെടുപ്പിന്റെയും മുൾമുനയിൽ നിൽക്കുമ്പോൾ ഇവരുടെ ഈ നുണ ഫാക്ടറിയിൽ നിന്ന് വരുന്ന നുണകളെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ജാഗ്രതയോടുകൂടി നിൽക്കുക. ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുക. CPM-ന്റെ ജില്ലാ നേതൃത്വം കൊടുത്ത പരാതിയിലാണ് എല്ലാ അന്വേഷണങ്ങളും നോക്കി, എല്ലാ പഴുതുകളും നോക്കിയിട്ട് ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് ഇന്ന് ആ പോലീസ് ടീം റിപ്പോർട്ട് നൽകിയതെങ്കിൽ ഇവരുടെ നുണകൾ അതിഭയാനകരമായിരിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം.